നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ടതായ അല്ലെങ്കിൽ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് തൈപ്പൂയമാണ്. മുരുക ഭക്തർ ഏവരും കാത്തിരിക്കുന്നതായ ഒരു ദിവസം. കൂടാതെ ഇന്ന് പുതിയ മാസത്തിന്റെ ആരംഭമാണ് എന്നതും പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം മുരുകസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും തടസ്സങ്ങൾ കൂടാതെ കടന്നു വരാനും ഐശ്വര്യവർദ്ധനവിനും ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. പ്രവർത്തിക്കാൻ ശ്രമിക്കുക. രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തേത് മന്ത്രങ്ങളെ കുറിച്ച് തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം ഒരു ഗ്ലാസ് ജലം ഉപയോഗിച്ച് ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യത്തെക്കുറിച്ചും ഐശ്വര്യവർദ്ധനവിന് ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ആ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം ഏവരും മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും ഈ വിശേഷപ്പെട്ടതായ ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഥവാ മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ പ്രഥമമായും ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും മുരുകക്ഷേത്രത്തിൽ അതും വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചതിന് ശേഷം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുവാൻ ഇന്നേ ദിവസം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ചില വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുവാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് എണ്ണ സമർപ്പണം തന്നെയാണ്. അതിലൂടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കുമാരസ്കന്ധാർച്ചന എന്ന വഴിപാട് നടത്താം. കൂടാതെ മൂലമന്ത്രാർച്ചന വഴിപാടും നടത്താവുന്നതാണ്. അഷ്ടോത്തരാർച്ചന, ഭസ്മാഭിഷേകം, പനിനീരഭിഷേകം, പഞ്ചാമൃതം അഥവാ പഞ്ചാമൃതാഭിഷേകം എന്നിവയും നിങ്ങൾക്ക് നടത്താവുന്ന വഴിപാടുകളാണ്. ഏവർക്കും എളുപ്പത്തിൽ നടത്തുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ്. ഇതിൽ എല്ലാ വഴിപാടുകളും നിങ്ങൾക്ക് നടത്താൻ സാധിച്ചില്ല എങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാട് തീർച്ചയായും ഇന്നേ ദിവസം ഭഗവാന് നടത്തണം. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കുഴിഞ്ഞ് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നും വിഘ്നമായി നിൽക്കുന്നതായ ദുരിതപൂർണമായ ആ കാര്യങ്ങൾ ഒഴിവായി പോകണം എന്നും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം അത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മുരുകക്ഷേത്രത്തിൽ നടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ഏവർക്കും പോകുവാൻ സാധിച്ചില്ല എങ്കിലും കുടുംബത്തിലെ ഒരു അംഗമെങ്കിലും ഇന്നേ ദിവസം തീർച്ചയായും മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം സുബ്രഹ്മണ്യ ഭുജംഗം, സുബ്രഹ്മണ്യ പഞ്ചരത്ന സ്തോത്രം, ഷഷ്ടികവചം, പോറ്റിപ്പത്ത് തുടങ്ങിയ സ്തുതികൾ ജപിക്കുന്നതും അത്രമേൽ വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാണ്. ഇനി ഇന്നേ ദിവസം ഏവർക്കും ഒരേപോലെ ജപിക്കുവാൻ സാധിക്കുന്ന ലളിതമായ മന്ത്രങ്ങളും എന്നാൽ ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രങ്ങളെ കുറിച്ചുമാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ മന്ത്രം ഏവർക്കും വീടുകളിൽ തീർച്ചയായും ജപിക്കുവാൻ സാധിക്കും. കൂടാതെ ക്ഷേത്രങ്ങളിലിരുന്ന് ശബ്ദം താഴ്ത്തി സ്വയം കേൾക്കുവാൻ സാധിക്കും വിധം ഈ മന്ത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ആ മന്ത്രങ്ങൾ ഇപ്രകാരമാകുന്നു. ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാണ് ആദ്യം നാം ഏവരും ജപിക്കേണ്ടതായ മന്ത്രം. ഭഗവാന്റെ മൂലമന്ത്രത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും മോചനവും സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും അവർക്ക്
ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തിയും ലഭിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും കുടുംബത്തിൽ നിത്യവും ജപിക്കേണ്ട മന്ത്രങ്ങളിൽ ഒന്നാണ്. സാധിക്കുന്നില്ല എങ്കിൽ ഇന്നേ ദിവസമെങ്കിലും 108 ജപിക്കണം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണ നിങ്ങൾക്ക് ജപിക്കാം. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ഭഗവാന് ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഐശ്വര്യ വർധനവിന് ഉത്തമം തന്നെയാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം വജദ്ഭുവേ നമഃ, ഓം വജദ്ഭുവേ നമഃ, ഓം വജദ്ഭുവേ നമഃ. ഏവർക്കും സുപരിചിതമായ ഒരു മന്ത്രം കൂടിയാണ്. രണ്ടാമത്തേതായ മന്ത്രം ഓം സം സുബ്രഹ്മണ്യായ നമഃ, ഓം സം സുബ്രഹ്മണ്യായ നമഃ, ഓം സം സുബ്രഹ്മണ്യായ നമഃ. ഈ മന്ത്രവും 108 അല്ലെങ്കിൽ 21 തവണ നിങ്ങൾക്ക് ജപിക്കാം. മറ്റൊരു മന്ത്രം ഓം ഷൺമുഖായ നമഃ, ഓം ഷൺമുഖായ നമഃ, ഓം ഷൺമുഖായ നമഃ, ഓം ഷൺമുഖായ നമഃ എന്നാണ്. മറ്റൊരു മന്ത്രം ഓം ശരവണഭവ നമഃ, ഓം ശരവണഭവ നമഃ. ഈ മന്ത്രവും നിങ്ങൾക്ക് ഇന്നേ ദിവസം 108 അല്ലെങ്കിൽ 21 തവണയെങ്കിലും നിങ്ങൾക്ക് ജപിക്കേണ്ടതായ മന്ത്രമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ രാത്രിയിലാണ് കേൾക്കുന്നത് എങ്കിൽ പോലും കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ ശുദ്ധിയായതിനു ശേഷം ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഏകാഗ്രമായി ഒരിടത്ത് ഇരിക്കണം. അതായത് ബഹളങ്ങളില്ലാത്ത ഒരിടത്തിരുന്ന് നിങ്ങൾക്ക് ഈ മന്ത്രങ്ങൾ മുൻപ് പരാമർശിച്ച അത്രയും തവണ ജപിക്കാം. മറ്റു വ്യക്തികളുടെ ശ്രദ്ധ പതിയാത്ത വിധം നിങ്ങൾ മന്ത്രം ജപിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അതിനാൽ ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകണം. അത് രാത്രി 10 മണിക്കാണ് എങ്കിലും 11 മണി സമയത്താണ് എങ്കിലും 12 മണി സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശരീരശുദ്ധി വേണം, മനഃശുദ്ധി വേണം, ഏകാഗ്രത വേണം. തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ആ സമയം ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ കൂടി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഒരു താലത്തിലോ അതായത് ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലാണ് എങ്കിലും ശുദ്ധിയുള്ള സ്റ്റീൽ പാത്രത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഒരു ചുവന്ന പട്ട് വാങ്ങുക എന്നതാണ്. ചുവന്ന പട്ട് ഇനി വാങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ചുവന്ന പുഷ്പമാണ് എങ്കിലും മതി. ചുവന്ന പുഷ്പം, അതോടൊപ്പം അല്പം നെയ്യ്, ഒരു ചെറിയ പാക്കറ്റ് നെയ്യ് നിങ്ങൾ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഇത്തരം കർമ്മങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അതിനാൽ പുതുതായി ഒരെണ്ണം വാങ്ങുക, ചെറുത് വാങ്ങിയാൽ മതി. അതോടൊപ്പം ശർക്കര നിങ്ങൾ വാങ്ങണം, അതും പുതുതായി വാങ്ങണം. കൂടാതെ പാൽ, പനിനീർ എന്നിവയും നിങ്ങൾ ഇതോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം 108 ജപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും. പ്രധാനമായും നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാത്തതായ അവസ്ഥ, എന്ത് ചെയ്താലും അത് ഉയർച്ചയിലേക്ക് എത്താത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കാം, ദാമ്പത്യ സൗഖ്യം വന്നു ചേരാം. ശത്രുക്കളിൽ നിന്ന് പോലും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിരാവിലെ നിങ്ങൾക്ക് തിരക്കുള്ളവരാണ് എങ്കിൽ, പെട്ടെന്ന് ഇത് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സന്ധ്യാവേളയിലാണ് എങ്കിലും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാവുന്നതാണ്. ഇപ്രകാരം സമർപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതുമാണ്. തീർച്ചയായും ഇന്നേ ദിവസം ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് കൂടുതൽ ഫലദായകമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി കൈവരിക്കുവാൻ ഉത്തമമാണ് എന്നതാണ് വാസ്തവം.
ഭഗവാന് ചുവന്ന നിറം പ്രിയപ്പെട്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ട പുഷ്പങ്ങളുടെ നിറവും ചുവപ്പ് തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ചുവപ്പ് അണിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഒരു ഗ്ലാസ് ജലം ഉപയോഗിച്ച് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. ഇനി അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ആഗ്രഹ സാഫല്യത്തിന് ജലപ്രാർത്ഥനയാണ് ഇന്നേ ദിവസം നാം ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് പൗർണമി കൂടിയാണ്. അതിനാൽ തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നേ ദിവസം ഉണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാണ് ഇത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ശുദ്ധിയുള്ള ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ശുദ്ധജലം എടുക്കുക എന്നുള്ളതാണ്. നിറയെ ശുദ്ധജലം നിങ്ങൾ എടുക്കണം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, അത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടാകാം, ജോലി ലഭിക്കണമെന്നോ ജോലിയിൽ ഉയർച്ച നേടണമെന്നോ ആകാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടോ കുട്ടികളുമായി ബന്ധപ്പെട്ടോ ആകാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ദോഷം വരാത്തതായ ഒരു ആഗ്രഹം നിങ്ങൾക്ക് മനസ്സുരുകി തന്നെ ഈ ജലത്തിലേക്ക് നോക്കി നിങ്ങൾ പറയണം. അതായത് ഒരു ശുദ്ധമായ ഗ്ലാസ്സിൽ ജലമെടുത്ത് ആ ജലത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സുരുകി തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് പറയേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് സന്ധ്യാസമയത്താണ് ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കുക. അതായത് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷമാകാം, അല്ലെങ്കിൽ രാത്രി ഈ കാര്യങ്ങൾ കേൾക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ്. രാത്രി ഏതൊരു സമയത്തും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ഇപ്രകാരം നിങ്ങൾക്ക് ആഗ്രഹം പറഞ്ഞതിന് ശേഷം ഈ ജലം നിങ്ങളുടെ കിടപ്പുമുറിയുടെ ജനലിന്റെ അടുത്തായി വയ്ക്കണം. ജനലിന്റെ അടുത്തായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ഓർക്കണം. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ, അതായത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് ആ ജലം കുടിക്കാവുന്നതാണ്. പൗർണമി നാളിലെ ചന്ദ്രരശ്മികളുടെ ഊർജവും നിങ്ങളുടെ പ്രാർത്ഥനയും കളങ്കമില്ലാത്ത പ്രാർത്ഥനയും ചേരുമ്പോൾ ഫലം നിങ്ങൾക്ക് ഉറപ്പായി വന്ന് ഭവിക്കും. അതായത് ഈ ആഗ്രഹം നിങ്ങളിൽ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. അതിനുള്ള അവസരങ്ങൾ നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ ഈ പുണ്യ ദിവസം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല. രാത്രി ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം. അതിനാൽ തന്നെ രാത്രി കേൾക്കുന്നതായ സമയത്തും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രവർത്തിക്കാം. സാക്ഷാൽ മുരുകസ്വാമിയുടെ വേൽ പോലെ തന്നെ കൂർത്ത ബുദ്ധിയും അത്രമേൽ അനുഗ്രഹങ്ങളും ശക്തിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും. ദേവി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വിതറും. തീർച്ചയായും ഈ ഒരു കാര്യം ഏവരും പ്രവർത്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. അതായത് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു കാര്യം തീർച്ചയായും പ്രവർത്തിക്കാവുന്നതാണ്. എന്നാൽ ഇപ്രകാരം നിങ്ങൾ ചെയ്തു എന്ന് പുറമേയുള്ള വ്യക്തിയോട് പറയേണ്ടതായിട്ടില്ല. നിങ്ങളെ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാകാം. അവരോട് ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു, അതിനാൽ ആഗ്രഹം നടക്കും എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടുള്ളതല്ല. ഇപ്രകാരം പുറമെ ഈ കാര്യങ്ങൾ അറിയുന്നതിലൂടെ, മറ്റുള്ളവർ കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത തുലോം കുറയും എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങൾ പുറമെ അറിയാതെ, മറ്റുള്ളവർ കാണാതെ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഏവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.